കേരള വിഷൻ ന്യൂസ്, കണ്ണൂർ. ഗുരുവായൂർ പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ മോഷണ ശ്രമം. നടപ്പുരയിലെ 2 ഭണ്ഡാരങ്ങളുടെ പുറത്തെ പൂട്ട് തകർത്തെങ്കിലും അകത്തുള്ള പൂട്ട് തുറക്കാൻ കഴിയാത്തതിനാൽ പണം നഷ്ടപ്പെട്ടില്ല. മോഷ്ടാക്കളുടെ ദൃശ്യങ്ങൾ ക്ഷേത്രത്തിന്റെ CCTVയിൽ പതിഞ്ഞിട്ടുണ്ട്. പുലർച്ചെ 2 മണിയോടെയായിരുന്നു സംഭവം. ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വിദ്യാർത്ഥികളുടെ പ്രതിഭ വിളിച്ചോതി ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേളയുടെ സ്കൂൾ തല മത്സരങ്ങൾ. കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ നടന്ന പ്രദർശനത്തിൽ ശാസ്ത്ര സാങ്കേതികം, IT, ഗണിതശാസ്ത്രം എന്നീ 3 വിഭാഗങ്ങളിലായിരുന്നു മത്സരം. മൂവപ്പാടം നിവാസികൾക്ക് ആശ്വാസമായി പുതിയ റോഡ്. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 17ഉം 15നെയും ബന്ധിപ്പിക്കുന്ന മൂവപ്പാടം റോഡ് ടൈൽ വിരിച്ച് തുറന്നുകൊടുത്തു. ET ടൈസൺ മാസ്റ്റർ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും തുക വകയിരുത്തിയായിരുന്നു റോഡ് നിർമ്മാണം. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ജയന്തി ആഘോഷങ്ങൾ ഒഴിവാക്കി പ്രാർത്ഥനാ ദിനം ആചരിച്ച് അന്തിക്കാട് SNDP ശാഖ. ചതയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഘോഷയാത്രയും അനുബന്ധ പരിപാടികളും തീരുമാനിച്ചിരുന്നുവെങ്കിലും ദുരന്തത്തിന്റെ പശ്ചാത്തലം കണക്കിലെടുത്ത് എല്ലാ ആഘോഷങ്ങളും ഒഴിവാക്കി മാതൃകയാവുകയായിരുന്നു. തൃശൂർ ശ്രീ ചിദംബര ക്ഷേത്രത്തിൽ ശ്രീനാരായണ ഗുരു ജയന്തി സമുചിതമായി ആഘോഷിച്ചു. രാവിലെ 7:30 ആരംഭിച്ച വിളംബര വാഹന ഘോഷയാത്ര വിവിധ SNDP ശാഖകളിൽ നിന്നും സ്വീകരണം ഏറ്റുവാങ്ങി. സ്വീകരണത്തിന് ശേഷം ചിദംബര ക്ഷേത്രത്തിൽ മേൽശാന്തി സജിത്തിന്റെ കാർമ്മികത്വത്തിൽ മഹാഗുരുപൂജയും നടന്നു. വയനാടിനു വേണ്ടി സമാഹരിക്കുന്ന ദുരിതാശ്വാസ നിധിയുടെ ആദ്യ ഗഡു മന്ത്രി സജി ചെറിയാന് കൈമാറി പെണ്ണൂക്കര കൂട്ടായ്മ. വിശ്വഭാരതി ഗ്രന്ഥശാലയിൽ നടന്ന ചടങ്ങിൽ വെച്ച് 1,33,000 രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറിയത്. പൂവച്ചൽ ആലമുക്കിൽ നിന്ന് മദ്യവും ലഹരി വസ്തുക്കളും കടത്തിയ സംഭവത്തിൽ 2 പേർ പിടിയിൽ. അറസ്റ്റിലായത് കുഴക്കാട് സ്വദേശികളായ വിനീത്, വിഷ്ണു എന്നിവർ. 226 കുപ്പികളിലായി 113 ലിറ്റർ മദ്യം പിടിച്ചെടുത്തു. രഹസ്യ വിവരത്തെ തുടർന്നാണ് കാട്ടാക്കട പോലീസ് ഇവരെ പിടികൂടിയത്. എന്താ ഒരു മൂഡ് ഓഫ്? ഇപ്പൊ മുടി വല്ലാതെ കൊഴിയുന്നുണ്ട്, അതാ